ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്നവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. സ്വാതന്ത്ര്യം പുത്രനാൽ. യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പലപ്പോഴും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്ന 2 വാക്യങ്ങളിൽ ഒന്നാണിത്. മറ്റു വാക്യം ഗലാത്യർ 5:1. രണ്ടും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല. യഹൂദന്മാരുടെ പ്രതീക്ഷ അന്നും ഇന്നും മശിഹ അവർക്ക് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം വരുത്തുമെന്നാണ്. അതാണ് റോമക്കാരും യേശുവിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിച്ചത്. യേശു വ്യക്തമായി പറഞ്ഞു, എൻ്റെ രാജ്യം ഐതിഹ്യമല്ല, രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല. യേശു ഇവിടെ അർത്ഥമാക്കുന്നത് ഇതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥമാണ്. അത് വിടുതൽ, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നിവയാണ്. അതിൻ്റെ അർത്ഥം പുത്രൻ ആരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ കടപ്പാടിൽ നിന്ന് ഒഴിവാക്കുന്നുവോ അവൻ യഥാർത്ഥ സ്വതന്ത്രനാകും എന്നാണ്. നമ്മളെ അവൻ സ്വതന്ത്രനാക്കുന്നത് എന്തിൽ നിന്നെല്ലാമാണ്, അതുപോലെ എന്തിനു വേണ്ടിയാണ്. ഒന്നാമതായി, അവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നു. പാപത്തിൻ്റെ തടവിൽ നിന്ന് നമ്മെ പുറത്തെടുക്കുന്നു. നമ്മെ ഭരിക്കുന്നത് പാപവും നമ്മൾ അവൻ്റെ അടിമകളുമാണ്. റോമർ 6 നമ്മുടെ യജമാനനാണെന്ന്, പാപം നമ്മുടെ യജമാനനാണെന്ന് കാണിക്കുന്നു. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു യജമാനെ ലഭിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രതിഫലനത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും നാണക്കേടിൽ നിന്നും സ്വതന്ത്രനാക്കി വിടുവിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്? നമ്മൾ ഒരു സമ്പൂർണ്ണ ജീവൻ ജീവിക്കേണ്ടതിന്, നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കേണ്ടതിന്, സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിനോട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന്. അതിനാണ് നിങ്ങൾ വിടുവിക്കപ്പെട്ടത്. യോഹന്നാൻ 10:10 ഇത് നാം വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സൽപ്രവൃത്തികൾക്കായി, സേവനത്തിനായി സ്വതന്ത്രരാക്കപ്പെട്ടുവെന്ന് എഫേസ്യർ 2:10 വായിക്കുന്നു. ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കാൻ നാം സ്വതന്ത്രരാണ്. അവനുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, അവനെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നും അതിൻ്റെ പരിണത ഫലത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. നന്ദിയോട് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.